ഇനി സീറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ മോദി ഭയങ്കര ബുദ്ധിമാനാണ്. ഉത്തരേന്ത്യയിൽ മാത്രം BJP ജയിച്ചാൽ ഇന്ത്യ ഭരിക്കാൻ പറ്റും. അതാണ് മോദിയുടെ തന്ത്രം. ഇപ്പോൾ ഈ 543 ഉണ്ടല്ല, ഇതിൽ തന്നെ ഉത്തരേന്ത്യൻ സീറ്റുകൾ കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ പറ്റും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സ്വീപ്പ് ചെയ്തുകൊണ്ട് പോയി. സൗത്ത് ഇന്ത്യയിൽ എന്ത് കിട്ടിയവർക്ക് 5 സീറ്റോ മറ്റോ കിട്ടി. കർണാടക 2, തമിഴ്നാട് 2, ആന്ധ്ര 1, 5 സീറ്റ്. ബാക്കി മുഴുവൻ ഉത്തരേന്ത്യ. ഈ 5 സീറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ പോലും ജനതാ പാർട്ടി ഭരിക്കും. നോർത്ത് തന്നെ മുഴുവൻ കിട്ടില്ല. കാശ്മീരിൽ അവർക്ക് സീറ്റില്ല ജനതാ പാർട്ടിക്ക്. ആസാമിൽ 3 സീറ്റേ ഉള്ളൂ. ബാക്കി അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മേഘാലയ അവിടെ എങ്ങൊന്നുമില്ല. ബംഗാളിൽ എൻ്റെ ഓർമ്മയിൽ 15 സീറ്റേ ഉള്ളൂ ജനതാ പാർട്ടിക്ക്. സ്റ്റിൽ 295 പിന്നെ അവരുടെ ഘടകകക്ഷിയൊക്കെ ചേർത്തിട്ട് 300 കൂടുതൽ സീറ്റ് അവർക്ക് കിട്ടി. ഇപ്പോഴും ഈ സീറ്റൊന്നും കൂട്ടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉത്തരേന്ത്യയും പശ്ചിമേന്ത്യയും മഹാരാഷ്ട്ര, ഗുജറാത്ത് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യ ഭരിക്കാം. അതുകൊണ്ട് ദോഷമില്ല. ഈ റീജിയണൽ പാർട്ടികൾ വന്നിട്ട് ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പും പ്രശ്നമാണ്. നേരത്തെ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചപ്പോൾ കോൺഗ്രസ് ആദ്യം പരിഗണിച്ചത് ഇദ്ദേഹത്തെയാണ്, കാമരാജിനെയാണ്. അന്ന് തമിഴിനാണെന്നോ അതൊന്നും പ്രശ്നമായിരുന്നില്ല. കാമരാജാണ് പറഞ്ഞത്, എനിക്ക് പറ്റില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദിയും അറിയില്ല, അകത്തെ കാര്യങ്ങളും നോക്കാൻ പറ്റില്ല, പുറത്തെ കാര്യവും നോക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി ഇരുന്നിട്ട് എന്താ? അതല്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം, വേണ്ട, അത് പറ്റില്ല. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ആകുന്നത്. അപ്പം അന്ന് ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയായിരുന്നു. ഭാരതീയ ജനസംഘം ദേശീയ പാർട്ടി എന്ന വലിപ്പമൊന്നുമില്ല, പക്ഷേ ദേശീയമായിരുന്നു, ഭാരതീയമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഈ DMK അവരിവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ ഇപ്പോൾ ഈ റീജിയണൽ ഫീലിംഗ് വരുന്നത്. ഇപ്പോൾ റീജിയണൽ ഫീലിംഗ് വെച്ച് പൊറുപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. നാളെ കിഴക്കന്മാരിറങ്ങും, തെക്കന്മാരിറങ്ങും. ജനസംഖ്യയിൽ ഒരു കാലത്ത് ഏറ്റവും മുമ്പിൽ നിന്നത് കിഴക്കന്മാരാണ്. അതായത് ബംഗാൾ, ഒറീസ, ആസാം. അവരുടെ താഴെ പടിഞ്ഞാറ് നിന്നു, അതിനും താഴെ തെക്കന്മാർ നിന്നു, ഏറ്റവും താഴെയാണ് വടക്കന്മാർ നിന്നത്. അത് നിങ്ങൾ ഏത് പീരീഡ് എടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. 1872 മുതൽ 1901 വരെ എടുത്താൽ ഒരു ചിത്രം കിട്ടും. 1901 മുതൽ 51 വരെ എടുത്താൽ വേറൊരു ചിത്രം കിട്ടും. 51, 71 എടുത്താൽ വേറൊരു ചിത്രം കിട്ടും. 71, 2011 എടുക്കുമ്പോൾ വേറൊരു ചിത്രം കിട്ടും. അപ്പം നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു ചിത്രം എടുത്തിട്ട് എൻ്റെ കുറഞ്ഞു പോയി എന്ന് പറയുന്നത് മര്യാദയില്ല. അത് ചെയ്യാനേ പാടില്ല. നോർത്ത് സൗത്ത് ഡിവൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല.